അതീവ രഹസ്യമായി ഞാൻ ഇപ്പോഴും തുറന്നു പറയാത്ത മറ്റു മാധ്യമങ്ങളിലൂടെ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ പഠിച്ച കാലത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ബോർഡ്, ഒരു വ്യക്തിയുടെ ബോർഡ്, മറ്റാരുണ്ട് ഞാനല്ലാതെ എന്ന ബോർഡാണ് കേരളം മുഴുവൻ കാണുന്നത്. വി.ഡി. സതീശന്റെ കേമത്വം അല്ലെങ്കിൽ UDFന്റെ കേമത്വം അല്ല, മറ്റവർ ചെയ്തിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തെന്നുള്ളൊരു വാദമുണ്ടായി. ഞാൻ ഇടതുപക്ഷമാണ്, പക്ഷെ എന്തല്ല CPM അല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും ഒരു പാർട്ടി പദവി കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ സ്പേസ് കണ്ടെത്താനുള്ള ശേഷി വ്യക്തിപരമായി എനിക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ കോൺഗ്രസിനൊപ്പം സഞ്ചരിക്കും. ഇന്ന് നമ്മോടൊപ്പമുള്ളത് നിജേഷ് അരവിന്ദാണ്. കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ മുഖമായിട്ടുള്ള അദ്ദേഹം DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. കോഴിക്കോട്ടെ ധാരാളം പരിസ്ഥിതി സമരങ്ങൾ, ചെങ്കോട്ടുമല സമരത്തിലൊക്കെ കിണാലൂർ സമരത്തിലൊക്കെ നിറഞ്ഞു നിന്ന അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്, രാജി സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹമായിട്ട് നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് DCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് രാജിവെച്ച് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? സംഘടനാപരമായ ചില കാര്യങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വളരെ സ്വകാര്യമായ ഒരു എഴുത്തിലൂടെ അറിയിച്ചതാണ്. ഞാൻ ഇന്നുവരെ ഡിസ്ക്ലോസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ, അത് തികച്ചും സംഘടനാപരമാണ്, സംഘടനയ്ക്കകത്തുള്ളതാണ്. ആ കത്ത് സ്വാഭാവികമായി അദ്ദേഹം അതിന് മറുപടി തരും. അതിനുശേഷം മാത്രമേ ഇപ്പോൾ മാഡം പറഞ്ഞിരിക്കുന്ന രാജി എന്ന വാക്കുപോലും പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഉന്നയിച്ചത് കേവലം ഒരു രാജിയല്ല, ചില സംഘടനാ കാര്യങ്ങൾ. അത് ചർച്ച ചെയ്യേണ്ടത് പാർട്ടിക്കകത്താണ്, ചർച്ച ചെയ്യും എന്ന് വിശ്വസിക്കുന്നതും പാർട്ടിക്കകത്താണ്. അത് ചർച്ച ചെയ്ത് പാർട്ടി മുന്നോട്ട് പോകും എന്ന ശുഭാപ്തി വിശ്വാസിയാണ് ഞാൻ. പല കോൺഗ്രസ് പ്രവർത്തകരുടെയും രാജ്യത്തെ പുറകിൽ ഗ്രൂപ്പീസാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് പറയപ്പെടാറ്. എങ്ങനെയാണ് ഇതിൻ്റെ പുറകിലും ഗ്രൂപ്പീസാണോ, എന്താണ്? ഒരിക്കലുമല്ല. ഒന്ന്, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഒരു വലിയ മാറ്റം, പരിവർത്തനം സംഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നേരത്തെ ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് വന്നപ്പോൾ പ്രബലമായ 2 ഗ്രൂപ്പുകൾ, ഒന്ന് ശ്രീ AK ആൻ്റണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പും K കരുണാകരൻ നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പും. അത് IA കോൺഗ്രസ്സിൽ വരുന്ന ആളുകൾക്ക് നേരിട്ട് കോൺഗ്രസ്സിൽ എത്താൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് മാത്രം എത്താൻ കഴിയുന്ന ഒരു കാലഘട്ടം. ഞങ്ങളൊക്കെ അങ്ങനെയാണ് വന്നിരുന്നത്. പക്ഷേ പിന്നീട് അതിലൊരു തിരുത്തൽവാദ രാഷ്ട്രീയം ഉണ്ടാകുന്നു. പിന്നീട് AK ആൻ്റണിയും K കരുണാകരനും രാഷ്ട്രീയത്തിൽ നിന്ന് ഏകദേശം പുറകോട്ട് പോകുന്നു. പിന്നീട് ആ ഗ്രൂപ്പ് രാഷ്ട്രീയം അതേപോലെ നടക്കാത്തൊരു സാഹചര്യം കേരളത്തിനകത്തുണ്ടായി. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ പ്രാധാന്യം ഇല്ല. ഇപ്പോൾ ഞാൻ ഉന്നയിച്ചിരിക്കുന്നത് സംഘടനയ്ക്കകത്തുള്ള ചില കാര്യങ്ങളാണ്. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ചർച്ച ചെയ്യേണ്ടത് ഗുണപരമായ പാർട്ടിക്കുണ്ടാവേണ്ട മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അതിലൊരിക്കലും വ്യക്തിപരമല്ല, അതിൽ ഗ്രൂപ്പില്ല, അതിൽ മറ്റ് തരത്തിലുള്ള താല്പര്യങ്ങളൊന്നുമില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങളെ, ചില പ്രവണതകളെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ഒരു ഉദ്ദേശം, അതും അതീവ രഹസ്യമായി ഞാൻ ഇപ്പോഴും തുറന്നു പറയാത്ത മറ്റു മാധ്യമങ്ങളിലൂടെ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട്ട് ജില്ലാ ഘടകത്തിൻ്റെ ഒരു പ്രശ്നമാണോ, അതോ KPCCയുടെ വരുന്ന ഒരു പ്രശ്നമാണോ? കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണോ അതോ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ? എങ്ങനെയാണ് അതിനെ വിശദീകരിക്കാൻ? അല്ല, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ KPCCയുടെ മീഡിയ സെൽ മെമ്പറാണ്. ഏകദേശം മിക്ക ദിവസങ്ങളിലും ചാനലുകളിൽ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് KPCCയുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടോ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചുമതല വിഭജനങ്ങളിൽ ഉണ്ടായ എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിന് ഒരർത്ഥവുമില്ല. അത് ചൂണ്ടിക്കാണിക്കുന്നത് അത് ഒരിക്കലും വ്യക്തിപരവുമല്ല. അത് ചൂണ്ടിക്കാണിക്കുന്നു, അതിന് പരിഹാരമുണ്ടാക്കുന്നു, പരിഹരിക്കപ്പെടുന്നു, മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നതും വിവക്ഷിക്കുന്നതും. UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവെ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാൽ വരും, അതുപോലെ V.D. സതീശൻ വരും, രമേശ് ചെന്നിത്തല വരും എന്നുള്ള രീതിയിലൊക്കെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിൽ ആരെങ്കിലും വരണം എന്നുള്ള താല്പര്യങ്ങൾ താങ്കൾക്കുണ്ടോ? എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച? ഞാനതിനെ വളരെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കേരളത്തിലുടനീളം നമ്മൾ സഞ്ചരിച്ചാൽ അറിയാം, ദേശീയപാതയിൽ ഒരു 100 മീറ്റർ പോയാൽ ഒരു ബോർഡാണ് CPMൻ്റെ നേതാവ്. ഒരുപക്ഷെ നമ്മളൊക്കെ പഠിച്ച കാലത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ബോർഡ്, ഒരു വ്യക്തിയുടെ ബോർഡ്, മറ്റാരുണ്ട് ഞാനല്ലാതെ എന്ന ബോർഡാണ് കേരളം മുഴുവൻ കാണുന്നത്.
ഒരുപക്ഷെ ബോർഡ് ഒരു അഹന്തയുടെ, അഹങ്കാരത്തിൻ്റെ ഒക്കെ വലിയ ലക്ഷണമായിട്ടാണ് കേരളത്തിലെ വോട്ടർമാർ കാണുന്നത്. ഒരുപക്ഷെ ആ ബോർഡായിരിക്കാം കേരളത്തിലെ ഒരു നെഗറ്റീവായിട്ട് വന്നത്. ഒരു ഇടതു മനസ്സുള്ള ആളുകൾ പോലും ഇവർ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ബോർഡാവാനുള്ള സാധ്യതയുണ്ട്. മറുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റിന് യോഗ്യരായ ഒന്നിലധികം ആളുകളുണ്ട് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെറിറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ച് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഓരോരുത്തർക്കും അവരുടേതായ റോൾ നിർവഹിച്ചു കൊടുക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. ഇതിനേക്കാൾ ഒരുപക്ഷെ നിറഞ്ഞു നിന്ന എ കെ ആൻ്റണിയും കെ കരുണാകരനും മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന എ കെ ആൻ്റണിയും കെ കരുണാകരനും ഉള്ള ഒരു കാലം, ഞാൻ മുൻ മുഖ്യമന്ത്രി എന്ന് അടിവരയിട്ട് പറയാൻ കാരണം ഒരു മുൻ മുഖ്യമന്ത്രി സ്വാഭാവികമായി വീണ്ടും ഒരു ടേം കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കെ കരുണാകരനും മുൻ മുഖ്യമന്ത്രിയായിരുന്നു, ആൻ്റണിയും മുൻ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് അവർക്ക് രണ്ടുപേർക്കും സ്പേസ് ഉണ്ടായിരുന്നു. അവരൊരിക്കലും ഗവർണർമാരായിട്ട് പോലും പോയിട്ടില്ല. കേന്ദ്ര ഭരണത്തിലേക്ക് പോയിട്ടുണ്ട്, കേരള ഭരണത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രയാസം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അനുയോജ്യമായ തരത്തിൽ അവരുടെ പദവികൾ നിശ്ചയിക്കപ്പെടുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിൽ വളരെ ഒരു നല്ല തീരുമാനമെടുക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 5 വർഷവും അതിന് മുമ്പത്തെ 5 വർഷവും ഇപ്പോൾ 2 ടേമായി ശരിക്കും പ്രതിപക്ഷ നേതാക്കൾ ആയിട്ട് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ വി ഡി സതീശൻ. ഇപ്പോൾ എങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രതിപക്ഷ സ്ഥാനത്ത് അവർ ചെയ്തിട്ടുള്ള വർക്ക് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ശ്രീ രമേശ് ചെന്നിത്തല ഒരുപാട് അനുഭവമുള്ള രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് കോവിഡ് എന്ന് പറയുന്ന ഒരു കാര്യം കടന്നു വന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ മാത്രം എല്ലാ മേഖലയും സ്തംഭിപ്പിച്ചതുപോലെ തന്നെ ഒരു 1-2 വർഷക്കാലം കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്തംഭിപ്പിച്ചിരുന്നു കോവിഡ്. ഒരു ജനകീയ സമരമാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്ന്. നമ്മൾക്കറിയാം, അന്ന് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ സമരം ചെയ്യാൻ പാടില്ല, 3 പേരുടെ സമരം, 5 പേരുടെ സമരം, 4 പേരുടെ സമരം എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ സമരത്തെ പോലും ഇല്ലാതാക്കിയ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നിയമസഭാ സമ്മേളനങ്ങൾ പോലും മാറ്റിവെക്കപ്പെട്ട, ആർക്കും ഒന്നും പറയാനോ പ്രതികരിക്കാനോ കഴിയാത്ത കാലത്ത് ഒരു മനുഷ്യൻ മാത്രം ചാനലുകൾക്ക് മുന്നിലൂടെ ആളുകളെ അഭിസംബോധന ചെയ്ത, 1 മണിക്കൂർ വെച്ച് അഭിസംബോധന ചെയ്ത ഒരു കാലഘട്ടത്തിലെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. വിഷയങ്ങൾ ഇഷ്ടം പോലെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതിനൊരു ജനകീയ സമരമാക്കി കൺവേർട്ട് ചെയ്യാൻ അന്ന് സാധിക്കാത്ത പരിതസ്ഥിതി അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടല്ലാതെ ശ്രീ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കുറച്ചു കാണിക്കാൻ അദ്ദേഹം ഇഷ്ടംപോലെ വിഷയങ്ങളെ പുറത്തു കൊണ്ടുവരും. ഇന്നും ചിലപ്പോൾ ആ ഡാറ്റ, ഇന്നത്തെ പത്രത്തിൽ പോലുള്ള വാർത്ത, ഡാറ്റ ചോർച്ച, മെഡിസപ്പിൻ്റെ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട്, ഡാറ്റ ചോർച്ച എന്ന വാക്ക് പോലും നമ്മളിലേക്ക് തന്നത് സ്പ്രിംഗ്ലർ അല്ലെ ഡാറ്റയാണ്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച വിഷയങ്ങളെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ പിന്നീട് വി ഡി സതീശൻ വന്നപ്പോൾ അപ്പോഴേക്കും കേരള രാഷ്ട്രീയ രംഗം ഒന്ന് മാറി മറിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഒരിക്കൽ പോലും അവസരം കിട്ടാത്ത, നേതൃസ്ഥാനത്തേക്ക് അവസരം കിട്ടാതെ വഴിമാറിപ്പോയ ഒരാളായിരുന്നു ശ്രീ വി ഡി സതീശൻ. ഒരുപക്ഷെ നിയമസഭയ്ക്കകത്ത് നേരത്തെ നന്നായി പെർഫോം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ എണ്ണം കുറവായിട്ട് പോലും യഥാർത്ഥത്തിൽ ഇടയ്ക്ക് ഷാഫി പറമ്പിലിനെ നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കെ എം ഷാജി ഇത്തവണ ഇല്ല. ശരിക്കും ആളുകളുടെ എണ്ണം കുറവായിരുന്ന നിയമസഭയായിട്ടും അതിൻ്റെ കുറവ് ഒരിക്കലും കാണിക്കാത്ത നിയമസഭാ സമ്മേളനങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. അകത്തും പുറത്തും ഒരേപോലെ തിളങ്ങി നിൽക്കാനും ഓരോ വിഷയങ്ങളെ ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കുന്നതിലും ശ്രീ വി ഡി സതീശൻ വിജയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു തലമുറയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടാൻ, ഒരു പുതിയ തലമുറയ്ക്ക്, കാരണം നമുക്കറിയാം കഴിഞ്ഞൊരു 10-15 കൊല്ലമായി രാഷ്ട്രീയത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു തലമുറ, ഒരു പുതിയ തലമുറ കേരളത്തിലുണ്ടായിരുന്നു. ആ തലമുറയിലേക്ക് ഒരു പാലമിടാൻ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും പോസിറ്റീവായ കാര്യം. അത് രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരു നമ്മൾ പറയുന്ന ജെൻസി തലമുറ ഇന്ന് ഒരാളുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് വി ഡി സതീശനോടാണ് എന്നൊരു വ്യക്തിപരമായ വിലയിരുത്തൽ, രാഷ്ട്രീയപരമല്ല വ്യക്തിപരമായൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അപ്പോൾ രണ്ടുപേരുടേതായ റോൾ നിർവഹിക്കുന്നുണ്ട്. ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെതായി, ഞാൻ കെ സി വേണുഗോപാലിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ജനാധിപത്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനാധിപത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ വനിതാ ബില്ലല്ല, അതിൽ നമ്മുടെ ഡീലിമിറ്റേഷൻ ബില്ലെന്ന് പറയാവുന്ന ബില്ല്, ആ ബില്ലിനെ നരേന്ദ്രമോദി ഗവൺമെൻറ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് പരാജയം സമ്മതിച്ച ഒരു ബില്ലാണ്. ഒരു പ്രതിപക്ഷം ഉണ്ട് എന്നൊരു ഫീലിങ്സ് ഉണ്ടാക്കിയ, അപ്പോൾ അതിന് ഏറ്റവും നന്നായി നേതൃത്വം കൊടുത്ത ഒരാളാണ് കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ MP. നമ്മൾക്കറിയാം, ആസാമിലെ തരുൺ ഗൊഗോയ് ആയിരുന്നു മറ്റൊരു MP, ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും നമ്മുടെ മണിപ്പൂർ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറ്റവും നന്നായി നിന്നത്. അദ്ദേഹത്തിന് സ്റ്റേറ്റിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഇപ്പോൾ നമ്മുടെ ലോകസഭയ്ക്കകത്തുള്ള കോൺഗ്രസിലെ 100 അംഗങ്ങളിൽ വളരെ പ്രൊമിനൻ്റായി സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ട ഇന്ത്യ സഖ്യം, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിലാണ് ഇന്ത്യ സഖ്യത്തിലെ MP-മാരുടെ എണ്ണം കൂടുതലുള്ളത്. അപ്പോൾ അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ എന്ന നിലയ്ക്ക് ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ റോൾ വളരെ കൃത്യമായി ഭംഗിയായി
നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കലും ആ റോളിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹം മാറിപ്പോവുക എന്നുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ശ്രീ കെ സി വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെതായ റോളുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് റോളുണ്ട്, വി ഡി സതീശൻ റോളുണ്ട്, എല്ലാവർക്കും റോളുണ്ട്. ആ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിലും കേരളത്തിൽ ഇനി ഭരണം വരികയാണെങ്കിൽ അതിൻ്റെ ഭരണപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിലും മുന്നോട്ട് പോകണം. കാരണം 10 വർഷത്തെ പിണറായി വിജയൻ ഭരണകൂടം എവിടെ എത്തിച്ചു എന്നുള്ളതിൽ വെച്ച് വേണം രാഷ്ട്രീയം തുടങ്ങാൻ. നമ്മൾക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അവസാന ഗഡു കൊടുക്കാതെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പെൻഡിംഗ് ആണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്തംഭിച്ചു കിടക്കുന്നു. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ, സ്കോളർഷിപ്പ് പോലും കൊടുക്കാതെ നിൽക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾക്ക് സാധിക്കില്ല, കൂട്ടായ നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ. ആ കൂട്ടായ നേതൃത്വത്തിന് ആര് നേതൃത്വം കൊടുക്കുമെന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ. ഇത് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ താങ്കളുടെ നേരത്തെ പറയേണ്ടായി, ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരികയും അത് മീഡിയകൾക്ക് കൈമാറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറകിൽ ഒരു പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഉണ്ടായില്ല, അല്ലെങ്കിൽ UDFൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ കിട്ടിയില്ല. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ വളരെ ജെനുവിനായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളാണ്, ഡാറ്റ സഹിതമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. പക്ഷെ അതൊന്ന് പുറത്ത് വരാനോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. അങ്ങനെയാണ് അതിന് പുറമേയുള്ള, ഇപ്പം ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെ അതിനെ കാണുന്നത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആ 5 വർഷത്തിൽ ഏകദേശം 2 വർഷത്തോളം അപഹരിച്ചത് കോവിഡാണ്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ജനകീയ സമരങ്ങൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു. ജനകീയ സമരങ്ങൾ പലപ്പോഴും മുമ്പോട്ട് വന്നിരുന്ന കാലമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണം വിട്ട് പ്രതിപക്ഷത്തെ രംഗത്തേക്ക് എത്തിയിട്ടേ ഉള്ളൂ, ഒരു അഗ്രസീവായ പൊളിറ്റിക്കൽ വർക്കിലേക്ക് എത്തിയിട്ടില്ല. ആ സമയത്താണ് യൂത്ത് കോൺഗ്രസ് ഇലക്ഷനും KSU ഇലക്ഷനും ഒക്കെ വന്ന് ഒരു ഗ്രൂപ്പ് എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ 2 പക്ഷമായി യുവജനങ്ങൾ മാറിയ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ പിന്നീട് അടുത്ത ടേമിലേക്ക് വരുമ്പോഴേക്കും ഭരണം കാണാത്ത ഒരു തലമുറ, ഭരണം ഒരിക്കലും കാണാത്തൊരു തലമുറ വന്നു. യഥാർത്ഥത്തിൽ ഈ 2ാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം തീർത്തത് നവകേരള യാത്ര എന്ന പേരിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ആ ഒരു യാത്രയായിരുന്നു. എന്താ ആ യാത്രയ്ക്ക് ഒരു മറ്റെന്തെങ്കിലും പേര് പറയാം, ആ മന്ത്രിമാരൊരുമിച്ചൊരു പ്രത്യേക അതിനോട് KSUക്കാരൻ കാസർഗോഡ് മുതൽ ആരംഭിച്ച, യൂത്ത് കോൺഗ്രസ്സുകാരൻ ആരംഭിച്ച പ്രതിരോധവും അതിനെ നേരിട്ട DYFIയുടെയും അതുപോലെ രക്ഷാസേന എന്ന് പറഞ്ഞ പോലീസുകാരും നേരിട്ടതായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ പ്രതിരോധത്തിലെ. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുനിന്ന ഒരു പ്രതിരോധം. ആ പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു അവസരം ആദ്യ ടേമിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. പിന്നീടാണ് നമ്മൾ പറയുക ക്യാമ്പസുകളിലൊക്കെ KSU തിരിച്ചു വരുന്നു, മിക്ക യൂണിവേഴ്സിറ്റികളിലേക്കും KSU തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉണ്ടാകുമ്പോഴാണല്ലോ പാർട്ടിക്ക് ആരോഗ്യമുണ്ടാകുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പല ഘട്ടത്തിലും സമരരംഗത്ത് വളരെ സജീവമാകുന്നു, സക്രിയമാകുന്നു. മന്ത്രിമാർക്ക് പലപ്പോഴും കരിങ്കൊടി കാണുന്നു, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം വരുന്നു, പുതിയ വിഷയങ്ങൾ ഉണ്ടായി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സക്രിയമായ പൊളിറ്റിക്സ് ആയിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ലോക്സഭാ ഇലക്ഷൻ വരുന്നു, തദ്ദേശം വരുന്നു. അവിടെയൊക്കെ നമുക്കൊരു എഡ്ജ് ഉണ്ടാകും. ബൈ ഇലക്ഷനുകൾ നമ്മൾ വിചാരിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ പാർട്ടിക്ക് എപ്പോഴും ഊർജ്ജം കൊടുക്കുന്നതാണ്. ഈ ടേമിലാണ് യഥാർത്ഥത്തിൽ തൃക്കാക്കര ഇലക്ഷൻ വരുന്നു. തൃക്കാക്കര ഇലക്ഷനാണ് നമ്മുടെ മൈൽ സ്റ്റോൺ. നമ്മൾ 10,000 വോട്ടിന് ജയിച്ചെടുത്ത് വലിയ വോട്ട്, ഇരട്ടിയോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. പിന്നീട് പുതുപ്പള്ളി, ഉമ്മൻചാണ്ടി സാറ് നഷ്ടപ്പെട്ട് പുതുപ്പള്ളി ഇലക്ഷൻ വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. പാലക്കാട് ഇലക്ഷനും നമ്മുടെ ഈ ഇലക്ഷൻ ചേലക്കര ഇലക്ഷൻ വന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നീട് നിലമ്പൂർ ഇലക്ഷൻ ലാസ്റ്റ് ടേം വന്നിട്ട് ഒരുപാട് പ്രതിസന്ധികളുള്ള സമയത്താണ് നിലമ്പൂർ ഇലക്ഷൻ. നമ്മൾക്കറിയാവുന്ന പോലെ അൻവറൊക്കെ നമ്മളോടൊപ്പം നിൽക്കുന്നു, മാറുന്നു, മറ്റു ചില വിഷയങ്ങളൊക്കെ വരുന്നു. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിജീവിക്കും. അപ്പോൾ ഇലക്ഷന് വേണ്ടി തയ്യാറെടുത്ത അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ മാനേജർ എന്ന നിലയ്ക്ക് കൂടി ശ്രീ VD സതീശൻ കരുത്തും കാണിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതാണ് പിന്നീട് അദ്ദേഹത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു 5 കോർപ്പറേഷനിൽ 3 ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങൾ ഭരിക്കും, മറ്റ് 2 കോർപ്പറേഷനിൽ മുന്നോട്ട് പോകും, 70% ഗ്രാമപഞ്ചായത്തുകൾ, 60% ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്ന് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ആ പ്രെഡിക്ഷനിലേക്ക് കേരള രാഷ്ട്രീയം എത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റിനെ കേരളം അംഗീകരിക്കാനുള്ള കാരണം. ആ ഒരു സാഹചര്യം അന്നുണ്ടായിട്ടുള്ള കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കോവിഡ് ആയിരുന്നു. നമ്മൾക്കറിയാം, നമ്മൾ മാസ്ക് ഇട്ട് വോട്ട് ചെയ്യാൻ പോയ കാലമാണ്. അന്ന് പൊളിറ്റിക്സ് നടന്നിട്ടില്ല. അപ്പോൾ അതിനെ ഒരിക്കലും അന്ന് ജയിച്ചില്ല എന്നുള്ളത് രമേശ് ചെന്നിത്തലയുടെ കഴുത്തിലേക്ക് വെക്കുന്നത് ശരിയല്ല. പക്ഷെ കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ, നീണ്ട 10 വർഷക്കാലത്തെ പ്രതിപക്ഷ രാഷ്ട്രീയം കൊടുത്ത ഊർജം കേരളത്തിലെ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ നേതൃത്വത്തിന് കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പലരും പറയുന്ന, അല്ലെ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ പലരും പറയുന്നൊരു കാര്യമുണ്ട്, സാധാരണക്കാരായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്.
ഇവിടുത്തെ UDF ഒന്നും ചെയ്തില്ലെങ്കിലും അവരൊന്നും ചെയ്തിട്ട് വേണ്ട. കാരണം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അവർ ഇത്രയും കാലം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരള ജനതയോട് എന്ത് ചെയ്തു കഴിഞ്ഞ സർക്കാർ എന്നുള്ളത് മാത്രം മതി. അതുകൊണ്ട് വലിയൊരു പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. പ്രതിപക്ഷം ഒന്നും ചെയ്തില്ലെങ്കിലും അവർ VD സതീശൻ്റെ കേമത്വം അല്ലെങ്കിൽ UDFൻ്റെ കേമത്വം അല്ല, മറ്റവർ ചെയ്തിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തെന്നുള്ളൊരു വാദമുണ്ട്. എങ്ങനെയാണ് അതിന്? നമ്മളതിൽ ഒന്നാമത് കാണേണ്ടത്, ഇന്ത്യയിൽ 2 ടേം ഇലക്ഷനിൽ നരേന്ദ്രമോദി ജയിക്കുന്നു, ഏകപക്ഷീയമായി ജയിക്കുന്നു. കോൺഗ്രസിന് 40-50 സീറ്റുകൾ മാത്രം കിട്ടുന്നു. കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എഴുതി തള്ളപ്പെടുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി, ഒരുപക്ഷെ ഏറ്റവും എഴുതി തള്ളപ്പെട്ട മറ്റൊരു രാഷ്ട്രീയക്കാരനായ രാഹുൽ ഗാന്ധി വരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര വരുന്നു. പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പലരും പരിഹസിച്ച ഒരു യാത്ര. ഞാൻ ആ യാത്രയുടെ ഒരുപാട് സ്റ്റേറ്റിൽ അതിൻ്റെ ഭാഗമായിരുന്നു. ആ യാത്രയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ മാറ്റിമറിച്ചത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അദ്ദേഹം ഇന്ത്യയിലൂടെ നടന്ന് സഞ്ചരിച്ച് അവിടെ എത്തി അദ്ദേഹം പറഞ്ഞ ഒരു മെസ്സേജ്, ഇന്ത്യ മുഴുവൻ വിദ്വേഷത്തിൻ്റെ കമ്പോളമായി കഴിഞ്ഞു, അവിടെ നമുക്ക് സ്നേഹത്തിൻ്റെ കട തുറക്കാം. ഒരുപക്ഷെ അന്നാദ്യം വിശ്വസിച്ചില്ല, പക്ഷേ പിന്നീട് അതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് ഇന്ത്യ പോയി. ഇന്ത്യയിലൊരു വലിയ മാറ്റം ഉണ്ടായി. നമ്മൾ 400 സീറ്റുമായി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ ആളുകൾ കേവലം 200 ഘടകകക്ഷികളെ പിടിച്ചിട്ടാണ്, പലരെയും ചാക്കിട്ട് പിടിച്ച് ഭരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസ് 100 സീറ്റിലേക്കും 250 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണിയും എത്തി. അതിനുശേഷവും ഇലക്ഷനുമായി ബന്ധപ്പെട്ട ജനാധിപത്യത്തെ അട്ടിമറിച്ച കാര്യങ്ങൾ തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നു. അത് ഇന്ത്യയിലുടനീളം ജനാധിപത്യത്തെയും ഭരണഘടനയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിച്ചു. പിറകെ വന്ന SIRലെ ചതിക്കുഴികളെ തുറന്നു കാണിക്കുന്നതിൽ നമ്മൾ വിചാരിച്ചു, നമ്മൾ ഈ തവണ നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം SIRുമായി ബന്ധപ്പെട്ട് ആളുകളുടെ വോട്ട് ചേർന്ന പ്രക്രിയയാണ്. അതിൽ കോൺഗ്രസിന് വലിയ റോൾ ഉണ്ടായിരുന്നു. അതിനെ തുടക്കം കുറിച്ചത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയോട് പ്രതിപക്ഷ നേതൃത്വത്തിനുള്ള ഒരു വിശ്വാസവും അതിനനുസരിച്ച് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയം നിന്നതുമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കേവലം സമരങ്ങൾക്കപ്പുറത്തേക്ക് ആളുകൾ അലേർട്ടായ ഒരു ഇലക്ഷനായിരുന്നു ഈ ഇലക്ഷൻ. ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച, എൻ്റെ വോട്ടില്ലെങ്കിൽ എൻ്റെ അവകാശം നഷ്ടപ്പെടുമെന്ന് തീരുമാനിച്ച ഇലക്ഷനായിരുന്നു. അതിൻ്റെ ഒരു ഗുണഭോക്താവായിക്കൊണ്ട് സ്വാഭാവികമായി കോൺഗ്രസും UDFും വന്നിട്ടുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചക്ക വീണ് മുയലിന് കിട്ടിയതല്ല, ദീർഘകാലമായി ഇന്ത്യൻ പൊളിറ്റിക്സ് നടത്തിയ ഇടപെടലിൻ്റെ റിസൾട്ടാണ് ഈ ഇലക്ഷനിൽ കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിട്ട് തന്നെ അതിനെ കാണണം. സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ചും അവിടെ നമ്മൾ CPMനെ പഠിക്കുമ്പോൾ കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയ്ക്കകത്തുള്ള ആളുകൾ, തോമസ് ഐസക്കിനെ പോലെ, G സുധാകരനെ പോലെയുള്ള, KK ശൈലജയെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു ആ മന്ത്രിസഭയ്ക്കകത്ത്. യഥാർത്ഥത്തിൽ CPM അടുത്ത തവണ വരുമ്പോൾ 2 ടേം എന്ന നിബന്ധന വെച്ചു. പലരെയും വെട്ടാൻ വേണ്ടി മാത്രം 2 ടേം. തോമസ് ഐസക്ക് പുറത്തായി, G സുധാകരൻ പുറത്തായി, എല്ലാവരും ഒരുപാട് ശേഷിയുള്ളവർ പുറത്തുനിന്നു. വീണ്ടും മന്ത്രിസഭയ്ക്കകത്തേക്ക് വന്നപ്പോൾ ഞാൻ മാത്രം, ബാക്കിയുള്ളവരൊക്കെ ഇന്ന ആള് മതി. ഇപ്പോൾ വീണ ജോർജ് നമ്മൾ എടുക്കാം, ഞാൻ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഈ ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു ജൂൺ മാസത്തിലും കേരളത്തിലെ ആശുപത്രികളിൽ കഴിഞ്ഞ 5 തവണ മരുന്ന് വന്നിട്ടില്ല. ഏപ്രിൽ മാസം തുടങ്ങുന്ന ടെൻഡർ, ജൂണിലെ മഴക്കാല രോഗങ്ങൾ വരുമ്പോഴേക്കും ആശുപത്രികൾ മരുന്ന് വരും. കഴിഞ്ഞ 5 വർഷം വന്നിട്ടില്ല. കാരണം അവരുടെ ഫോക്കസ് ഒരു മീഡിയ അറ്റൻഷനിലേക്ക് മാത്രം കടന്നുപോയി. ഒരുപാട് ഇഷ്യൂസ് ആരോഗ്യ മേഖലയിൽ വന്നു. വിദ്യാഭ്യാസ മന്ത്രിയെ പറ്റി പറയുമ്പോഴേക്കും കുട്ടികൾ വരെ ചിരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. വിദ്യാഭ്യാസ മേഖല ഒരല്പം പോലും മുന്നോട്ട് പോയിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല ബിന്ദു എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം അവരുടെ വാക്കുകളും അവരുടെ പ്രയോഗങ്ങളുമൊക്കെ ആളുകളിൽ ചിരി പടർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എല്ലാ ഫോക്കസും വന്നിരിക്കുന്നത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിക്കകത്തേക്ക്. അദ്ദേഹത്തിന് തലയിൽ താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഭാരം അദ്ദേഹത്തിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ ആ കാര്യവും മാറി. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് റീൽസുകളിലേക്കുള്ള ഒരു യാത്രയും കാര്യങ്ങളും വന്നു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വന്നു. ഏറ്റവും കൂടുതൽ മലയോര മേഖലയിൽ പ്രശ്നമുണ്ടാക്കിയ വിഷയമാണ് വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ CPIയുടെ മന്ത്രിമാർ പണ്ട് പ്രഗത്ഭരായ ആളുകളായിരുന്നു. പക്ഷേ ഈ തവണ വന്നപ്പോൾ CPIയുടെ മന്ത്രിമാർ ആരാണ് എന്ന് പോലും ആർക്കും അറിയാത്ത സാഹചര്യം വന്നു. വൈദ്യുതി മന്ത്രി ആരാണെന്നൊരു കുട്ടിയോട് ചോദിച്ചാൽ മറുപടിയില്ലാത്ത ഒരവസ്ഥയിൽ. പണ്ട് ആളുകൾക്ക് അറിയാമായിരുന്നു കേരളത്തിലെ മന്ത്രി ആരാണ് എന്ന്. ഇന്ന് ട്രോൾ ചെയ്യുമ്പോൾ മാത്രമാണ് മന്ത്രിമാരെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു നല്ല ടീമിനെ കൊണ്ടുവരുന്നതിൽ ഇടത് സർക്കാർ തന്നെ പരാജയപ്പെട്ടു. ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകളെയൊക്കെ മന്ത്രിസഭയ്ക്കകത്ത് വെച്ച്, ആന്റണി രാജുവിനെ പോലെയുള്ള ആളുകളെ മന്ത്രിസഭയ്ക്ക്, അഹമ്മദ് ദേവർഗോവിലൊക്കെ മന്ത്രിയായിരുന്നു പോയിരുന്നു എന്ന് എവിടെയെങ്കിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടോ വെച്ചാൽ അടയാളപ്പെടുത്താതെയാണ് അവരൊക്കെ കടന്നുപോയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ടീമിനെ സൃഷ്ടിക്കുന്നതിലാണ് LDF
പരാജയപ്പെട്ടത്. അതിൻ്റെ ഭാരം നമ്മുടെ തലയിലേക്ക് വെച്ചിട്ട് കാര്യമില്ല. ഇന്നോവേറ്റീവായ എന്തെങ്കിലും ഒന്ന് ഈ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. തുരങ്കപാതയാണ് പറയുന്നത്. തുരങ്കപാതയിൽ അന്ന് പൊട്ടിയ വെടിക്ക് ശേഷം പിന്നെ വെടി പൊട്ടിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പൊതുയോഗത്തിന് പോയി. അതൊരു ആളുകളെ മയക്കുക എന്ന ഒരവസ്ഥയിലേക്കാണ് പോയത്. യഥാർത്ഥത്തിൽ ഒന്നും ഒരു മേഖലയും മുന്നോട്ട് പോവാത്ത വർഷങ്ങളായിരുന്നു കഴിഞ്ഞ 5 വർഷം. സ്വാഭാവിക പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെയാണ് ആൾട്ടർനേറ്റീവ് ആര് വെച്ചു? UDF വെച്ചു. സാധാരണയുള്ള യാത്രകളൊക്കെ വരുമ്പോൾ നമ്മൾ മോചന യാത്ര, വിമോചന യാത്രയ്ക്ക് മാറ്റിയിട്ട് പുതുയുഗ യാത്ര. ഒരു പുതിയ യുഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരു പുതിയ ജനറേഷനെ ആകർഷിക്കുന്ന പേര് പോലും ഇടാൻ സാധിച്ചു. പക്ഷേ ഈ പുതുയുഗം നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പോൾ സണ്ണിയം കവിക്കാടിനെ പോലെയുള്ള ഒരു അംബേദ്കറേറ്റ്, അതുപോലെ അംബുജാക്ഷനെ പോലെയുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അംബേദ്കറേറ്റ് പൊളിറ്റിക്സ് ഒരു കേരളത്തിൻ്റെ നിയമസഭയിൽ ഉയർന്നു കേൾക്കും എന്ന് നമ്മളെപ്പോലെയുള്ള ഒരുപാട് മനുഷ്യർ ആഗ്രഹിച്ച പോലെ CK ജാനു, ഇത്തരം വ്യക്തികളൊക്കെ ഉള്ള ഒരു നിയമസഭയായിരിക്കും വരാൻ പോണത് എന്നുള്ള പ്രതീക്ഷ നൽകുന്ന രീതിയിൽ VD സതീശൻ കുറേ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും പിന്നീട് യഥാർത്ഥത്തിൽ ലിസ്റ്റ് വരുന്ന സമയത്ത് ഇവരെല്ലാം പുറത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ, ഇപ്പോൾ VR അനൂപിനെ പോലെ നമ്മളൊക്കെ കോൺഗ്രസിനകത്താണെങ്കിലും നമുക്കൊക്കെ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ പുറത്തു നിൽക്കപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക, നമുക്ക് ഒരു നിലയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഇടപെടലായിപ്പോയി. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു UDF അല്ല വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുപോലെ നമുക്കറിയാം ഏറ്റവും ഒരുപക്ഷെ കോൺഗ്രസിനകത്തുള്ള പലരുമായിട്ട് സംസാരിച്ചപ്പോഴും, സ്ത്രീകളായിട്ടുള്ള പലരോട് സംസാരിച്ചപ്പോഴും വരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പലരും തന്നെ എതിർക്കുന്ന ഒരാൾ, ഇപ്പോൾ ഒറ്റപ്പാലത്ത് പിന്നെ സ്ഥാനാർത്ഥിയാണ് PK ശശി എന്ന് പറയുന്ന ഒരു പക്ഷേ വളരെ CPM എന്നൊരു പാർട്ടീനെ പൊളിച്ചെടുക്കാൻ അവിടെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് ഈ PK ശശി. എല്ലാ നിലയ്ക്കും സ്ത്രീ വിരുദ്ധനാണ്, അതുപോലെ അഴിമതിയുടെ നേതാവാണ്. ഇത്തരം ഒരു മനുഷ്യന് സീറ്റ് കൊടുക്കാൻ തയ്യാറാവും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിനെ ഇത്രയും മോശമായിട്ടൊരു എങ്ങനെയാണ് അതിനെ കോൺഗ്രസ് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത്? ആ ഒരു സ്ഥാനാർത്ഥി പട്ടിക അതിൽ എനിക്ക് യോജിപ്പുകളും വിയോജിപ്പുകളുമുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് പേരെ കൂടി, അതായത് പൊതുമേഖലയിലും മറ്റു വിഷയങ്ങളിലും ഇടപെട്ട കുറച്ച് പേർ കൂടി ഇതിനകത്ത് വരണം എന്ന വ്യക്തിപരമായി ഞാനൊക്കെ ആഗ്രഹിച്ചു. സണ്ണിയം കപ്പിക്കാടിൻ്റെ പേര് വന്നപ്പോഴും ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്യണം, സ്ത്രീകളുടെ സ്ഥാനാർത്ഥിത്വം. നമുക്കറിയാം ഇപ്പോൾ AICC മെമ്പറായിട്ടുള്ള പലരും വളരെ മിടുക്കരായിട്ടുള്ള സ്ത്രീകൾ, ഒരു മിടുക്കികളായിട്ടുള്ള ധാരാളം സ്ത്രീകളുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ അവിടെയൊക്കെ സ്ത്രീകളുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ, വളരെ മോശം ആയിപ്പോയി എന്നുള്ളത് പറയാതെ വയ്യ. അല്ല, അതിൽ ഒന്ന് കുറച്ച് പേരെ കൂടി അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രഷർ, സ്വാഭാവിക പ്രഷർ, വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിൻ്റെ വിഷൻസ് നടപ്പിലാക്കാൻ പറ്റാതെ, കാരണം യാത്രയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു, കുറച്ച് പേർ കൂടി അക്കോമഡേറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. ഞാനിപ്പോൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഭരണ നേതൃത്വം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ ഭരണത്തിൻ്റെ ഒരു MLA മാർ എന്നതിനപ്പുറത്തേക്ക് ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്, വ്യക്തിപരമായിട്ട് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ നടക്കും എന്നുള്ളതാണ് വിശ്വാസം. കാരണം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളെ, പുതിയ യാത്രയുമായി ബന്ധപ്പെട്ട ജില്ലാതല ചർച്ചയുടെ കോർഡിനേഷൻ വഹിച്ചിരുന്ന ആളെന്ന നിലയ്ക്ക് എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും ആ ചർച്ചയിൽ വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ സംസാരിച്ചത് പ്രതീക്ഷയോടു കൂടിയാണ്. ഇപ്പം MLA ആയിട്ടുണ്ടാവില്ലെങ്കിൽ പോലും ഈ ഭരണത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഇതിൽ നിന്ന് ഉയർന്നു വരുന്ന ആളുകൾ. രണ്ടാമത് പറഞ്ഞാൽ ഒരു അംബേദ്കർ മൂവ്മെൻറ്റ്, ഇപ്പോൾ കോൺഗ്രസ് ജയ് ഭീം, ജയ് ബാപ്പു, ജയ് സംവിധാൻ എന്ന് പറയുന്ന ആ മെസ്സേജ് ഒരു കേവലം മുദ്രാവാക്യമല്ല, അതിനപ്പുറത്തേക്കാണ്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, ഇപ്പോൾ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും പോയപ്പോൾ അവിടെ ആരാധിക്കപ്പെടുന്ന 2 പേരുണ്ടെങ്കിൽ ഒന്ന് ഗാന്ധിജിയാണ്, 2 അംബേദ്കറാണ്. ഒരുപക്ഷെ ഇന്ത്യൻ പൊളിറ്റിക്സ് കേരളത്തിലൊരാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നറിയില്ല. കേരളത്തിൽ അത്രത്തോളം അംബേദ്കർ പൊളിറ്റിക്സിനെ ഒന്നും ഹൈലൈറ്റ് ചെയ്യുന്നില്ല. പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ, കർണാടകയിൽ അങ്ങ് ആരംഭിച്ചു കഴിഞ്ഞാൽ കാശ്മീർ വരെയുള്ള ഗ്രാമങ്ങൾക്കകത്ത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ സ്പേസ് അവിടെയുണ്ട്. പക്ഷേ ആ സ്പേസിനെ എൻകാഷ് ചെയ്യുന്നതിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം വന്നതിന് ശേഷം ആ മേഖലകളിലേക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരാൾക്കോ കുറച്ച് ആളുകൾക്കോ മാറ്റാൻ കഴിയുന്നൊരു സംവിധാനമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ളത്. പക്ഷേ കോൺഗ്രസ്സിൽ അതിൻ്റെ മാറ്റം വരുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ പലരും പാർട്ടി വിടാൻ തുടങ്ങി. ഗുലാം നബി ആസാദ് വിടുന്നു, കപിൽ സിബൽ വിടുന്നു, നമ്മളൊക്കെ വലിയ പ്രയാസത്തിൽ വിടുന്നു. അത് രാഹുൽ ഗാന്ധി എടുത്ത് പോകുന്നവരൊക്കെ പോവട്ടെ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമല്ലത്. കാരണം ദീർഘകാലമായി ഭരണം ആസ്വദിച്ച ആളുകളായിരുന്നു ഇവരൊക്കെ. അവർക്കൊരിക്കലും പ്രതിപക്ഷ രാഷ്ട്രീയത്തിനെ ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. താജ് ഹോട്ടലുകളിൽ നിന്ന് താജ് ഹോട്ടലുകളിലേക്ക് സഞ്ചരിച്ച് സംസ്ഥാന രാഷ്ട്രീയം നിയന്ത്രിച്ച ആളുകളായിരുന്നു ഇവരൊക്കെ. അഹമ്മദ് പട്ടേൽ ആവട്ടെ, എല്ലാവരും ആവട്ടെ.
അപ്പോൾ അവർക്കൊരിക്കലും മണ്ണിൽ പണിയെടുക്കുന്ന വിയർക്കുന്ന ഒരു രാഷ്ട്രീയം പരിചിതമല്ലാതായിപ്പോയി. ഇപ്പോൾ വന്നിരിക്കുന്ന നേതൃത്വം എന്ന് പറഞ്ഞാൽ പരിചിതമായ മണ്ണിൽ പണിയെടുത്ത് പരിചിതമായ നേതൃത്വം സംസ്ഥാന തലത്തിലുണ്ടായി. നമുക്ക് ഏറ്റവും വലിയ ടിപ്പിക്കൽ എക്സാമ്പിൾ കർണാടകയിൽ നിന്നാണ്. കർണാടകയിൽ BJP ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറഞ്ഞാൽ 23 MLA-മാരെ പാർട്ടി മാറ്റി അപ്പുറത്ത് കൊണ്ടുവന്ന് ഒരു പക്ഷേ മണി പവർ എല്ലാം കാണിച്ചെടുത്ത് മണ്ണിൽ പണിയെടുത്ത് DK ശിവകുമാറും സിദ്ധാരാമയ്യയും അവിടെ പണിയെടുത്ത് ജയിച്ചു വന്നതാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെ വരെ സംഘടിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഗ്രാമഗ്രാമാന്തരങ്ങളിലാണ് മാറ്റമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ചില ആളുകൾ മാറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെയും നമ്മൾക്ക് പ്രതീക്ഷ. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ തിരുവള്ളൂർ MP ഡോക്ടർ സെന്തിൽകുമാർ, അദ്ദേഹം IAS ആയിരുന്നു, കർണാടകയിലെ കലക്ടറായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു ക്ലാസ്സിനകത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനകത്ത് IAS-നകത്തും IPS-നകത്തും ഇപ്പോഴും ജാതീയതയാണ്, അതിനോട് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ IAS രാജിവെച്ച് പോയ സെന്തിൽ സാർ എവിടെ വരുന്നു? അദ്ദേഹം കോൺഗ്രസ് പൊളിറ്റിക്സ് ചേരുന്നു, കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നു, തിരുവള്ളൂരിൽ മത്സരിക്കുന്നു, 6,75,000 വോട്ടുകൾക്ക് ജയിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് വളരെ സ്ട്രോങ് ആയ ഒരു മെമ്പർ ആയിക്കൊണ്ട് അദ്ദേഹം കടന്നു വരുന്നു. അത് നേരത്തെ പറഞ്ഞ ഒരു മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ കണ്ണൻ ഗോപിനാഥ് ഇപ്പോൾ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നു. കണ്ണൻ ഗോപിനാഥ് ഇത്തവണ MLA ആവേണ്ടതായിരുന്നു, പക്ഷേ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കണ്ണൻ ഗോപിനാഥ് എന്നാണ് നമ്മൾക്കറിയാവുന്ന പോലെ പൗരത്വ നിയമ കാലഘട്ടത്തിൽ ഇവരുടെ നയങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ച IAS ഉപേക്ഷിച്ച ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എവിടെ എത്തിയിട്ടുണ്ടാവില്ല, നിയമനിർമ്മാണ സഭകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. രണ്ടാമത് വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു കാര്യം, അത് നമ്മളിപ്പോൾ കേരളത്തിനകത്ത് ഒരുപാട് വനിതകൾ ഉയർന്നു വരുന്നുണ്ട്, ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ കാലഘട്ടത്തിനെ കാണേണ്ടത് ഏറ്റവും വലിയ മാറ്റമുണ്ടാകുന്ന സമൂഹത്തിലെ ഒരു തുല്യതയിലേക്ക് എത്തിയ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പണ്ട് പറയാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കോഴിക്കോട്ട് അങ്ങാടിയിൽ കൂടി രാത്രി 12 മണിക്ക് പോയാൽ നമ്മൾക്ക് സ്കൂട്ടർ ഓടിച്ചു പോകുന്ന, കാർ ഓടിച്ചു പോകുന്ന സ്ത്രീകൾ, അതാണ് റെവല്യൂഷൻ. വന്ന് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ യൂണിഫോം ഇട്ട് പോകുന്നു, നമ്മളിന്ന് ചെറുപ്പത്തിൽ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവർ എത്തിക്കഴിഞ്ഞു. ഇനി അവരെ തടഞ്ഞു നിർത്താൻ ആർക്ക് സാധിക്കില്ല? ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമോ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനൊന്നും സാധിക്കില്ല. ഒരു സംവരണവും ഇല്ലാതെ തന്നെ അവരോടേക്ക് കടന്നു വരും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സമയമാണ്. അതിന് ആ ഹഡിൽസിനെ ഓവർടേക്ക് ചെയ്യും. നമുക്ക് കോൺഗ്രസിൽ പറയും, ഇപ്പോൾ ശൈലജ ടീച്ചറെ പോലെ ഒരാളെ പേരാവൂരിലേക്ക് കൊണ്ട് ഒതുക്കിയത് ഒരുപക്ഷെ എവിടെ കാണില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കാണുന്നില്ല. പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കാറുണ്ട് ഇന്ത്യൻ നാഷണൽ, എല്ലാവരും ഞാൻ പറയുന്നില്ല, പക്ഷെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉമാ തോമസ് വന്നു, ഉമാ തോമസ് ഇപ്പം MLA ആയിട്ട് കടന്നു വന്നു. വേണമെങ്കിൽ അവിടെ തൃക്കാക്കരയിൽ നമുക്ക് ആരെയും മത്സരിപ്പിക്കാൻ പറ്റും, ജയിപ്പിക്കാൻ പറ്റും. പക്ഷേ വളരെ നേരത്തെ മഹാരാജാസ് കോളേജിലെ KSUകാരി എന്ന നിലയ്ക്ക് വന്ന ഉമാ തോമസിന് അവസരം കൊടുത്തു. ഇപ്പോൾ തവണ ബിന്ദു കൃഷ്ണയുണ്ട്, ഷാനിമോൾ ഉസ്മാനുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളെ കൊണ്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടില്ല. നമ്പർ വെച്ച് അളക്കേണ്ടതല്ല സ്ത്രീ സംവരണം. പക്ഷേ പാർട്ടിയുടെ അകത്ത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിയമസഭ അല്ലെങ്കിൽ ഭരണതലത്തിൽ അല്ലാതെ ഇപ്പോൾ പാർട്ടികളുടെ അകത്തും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അനുപാതം മിനിമം പകുതി വേണ്ട, പകുതിയൊന്നും ഇല്ലെങ്കിലും 33% പാർട്ടിയുടെ അകത്ത്, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെ അകത്ത് ഒക്കെ ജില്ലാ കമ്മിറ്റികളുടെ അകത്തൊക്കെ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മനുഷ്യൻ അതിന്റെ നേതൃത്വം, ഒരു പക്ഷേ ഇന്ത്യയിലെ ഈ രീതിയിലുള്ളൊരു നേതൃത്വം കോൺഗ്രസിന് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാം. അങ്ങനത്തെ ഒരു മനുഷ്യൻ നേതൃത്വത്തിലിരിക്കുമ്പോൾ പാർട്ടിയുടെ അകത്ത് ഈ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനം. നമ്മൾ കുറച്ചുകൂടി കീൻ ഒബ്സർവേഷൻ നടത്തിയാൽ ഇപ്പോൾ കേരളത്തിലെ മാധ്യമ ചർച്ചകൾ നിങ്ങൾക്ക് BJPയെ പരിശോധിക്കാം, കോൺഗ്രസിനെ പരിശോധിക്കാം, CPM-നെ പരിശോധിക്കാം. കോൺഗ്രസ്സിലാണ് സ്ത്രീകൾ മാധ്യമ ചർച്ചയ്ക്ക് വരുന്നത്. ഞങ്ങൾ മാധ്യമ വിഭാഗത്തിനെ ഏകോപിപ്പിക്കുന്നത് ദീപ്തി മേരി വർഗീസാണ്, വനിതയാണ്. അതിനകത്തുള്ള മെമ്പർമാർ പലപ്പോഴും ചർച്ചയ്ക്കകത്ത് ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ആൻ സെബാസ്റ്റ്യനെ പോലെയൊക്കെയുള്ള KSUക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വനിതകൾ. ഞങ്ങളെ KSU ലീഡർഷിപ്പിനകത്ത് ഒരു പ്രാതിനിധ്യം എന്നതിനപ്പുറത്തേക്ക് വനിതകളുണ്ട്. ഇപ്പോൾ ഞാൻ കോളേജുകളിലെ ക്യാമ്പസ് KSU പ്രവർത്തനത്തിന് പോകുമ്പോൾ 60-70% കുട്ടികൾ ലീഡ് ചെയ്യുന്നത് പെൺകുട്ടികളാണ്. ആ തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ മീഡിയകളിൽ എത്തിക്കഴിഞ്ഞു. അവരെല്ലാം ഇപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷനിലൊക്കെ ഇഷ്ടം പോലെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വനിതകൾ അവിടെ വന്നിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട സ്ഥലത്തും മത്സരിക്കാൻ വൈഷ്ണവ് സുരേഷിനെ പോലെയുള്ള ആളുകൾ മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ റെവല്യൂഷൻ്റെ ഭാഗമാണ്. പക്ഷെ നിങ്ങൾ അതേ സമയത്ത് തന്നെ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ CPM-നകത്ത് SFIയിലൂടെ വളർന്ന് വളരെ അഗ്രസീവായ പൊളിറ്റിക്സ് നടത്തിയ ആളുകൾ കോഴിക്കോട് പട്ടണത്തിൽ 10 പേരുടെ പേരെ എനിക്ക് എടുത്തു പറയാൻ പറ്റും. അവരെവിടെ എത്തിയിട്ടില്ല. അവരെ പിന്നീട് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് കാണുന്നേയില്ല. അവർ വാനിഷായി പോയി.
കോൺഗ്രസിൽ വരുന്ന സമയത്ത് അങ്ങനെ വാനിഷ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് ഇപ്പം പി എ മാധുരിയെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കണ്ടിട്ടില്ല അവരെ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തരം താഴ്ത്തി എന്ന് കേൾക്കുന്നതിനപ്പുറത്തേക്ക് അവരെ കാണാറില്ല. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് പ്രതീക്ഷ നൽകുന്നത് കോൺഗ്രസ് പൊളിറ്റിക്സ് ആണ്. ഞാൻ അവസാനം ചോദിച്ചൊരു വിവാദപരമായ ചോദ്യം, ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടന്ന ഒരു വിഷയമാണ് PK ശശിയുടെ വിഷയം. ഞങ്ങളൊക്കെ ഇപ്പോൾ മാഡം നേരത്തെ പറഞ്ഞ അതേ അഭിപ്രായം പാർട്ടിക്കകത്ത്, ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പുകൾക്കകത്ത്, പ്രത്യേകിച്ച് ഞങ്ങൾ മീഡിയ സെല്ലിനകത്തൊക്കെ ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ച കുറേ മുന്നോട്ട് പോയ സമയത്ത് നമ്മൾക്ക് കിട്ടിയ ചില ചോദ്യങ്ങൾ ഇപ്പോൾ PK ശശി സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു. ഞങ്ങളത് ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്ത ആളുകളാണ്, പ്രചരിപ്പിച്ച ആളുകളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ രാഹുലിനൊക്കെ എടുത്ത വിഷയത്തിലെടുത്ത നിലപാട് CPM എടുക്കേണ്ടിയിരുന്നു. നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയേണ്ടായി, ഇപ്പോൾ കിണാലൂർ സമരം, അതുപോലെ ചെങ്ങോട്ട് മല സമരം, അത്തരം സമരങ്ങളിലൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു വികസന കാഴ്ചപ്പാട്, ഇപ്പോൾ മറ്റേ തുരങ്കപാത ഉണ്ടാവാൻ പോവുകയാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടൊരു സ്ഥലം, ഇപ്പോൾ വയനാടാണെങ്കിലും കോഴിക്കോടാണെങ്കിലും മലപ്പുറം ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പുതിയ ഇപ്പോൾ അധികാരത്തിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വികസന കാഴ്ചപ്പാടിനെ താങ്കൾ കാണുക? തീർച്ചയായിട്ടും നമ്മൾ വികസനം എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും പരിപൂർണമായ സുസ്ഥിതിയാണ്. അല്ലാതെ ഏതെങ്കിലും കുറേ കെട്ടിടങ്ങൾ ഉണ്ടാവലോ റോഡ് ഉണ്ടാവലോ അല്ല വികസനം. നിലവിലുള്ള പരിസ്ഥിതിയെ അതുപോലെ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്യും, ആവശ്യമുള്ള ഘട്ടത്തിൽ അതിനെ ചൂഷണം ചെയ്ത് എടുക്കുമ്പോഴാണ് അതിനെ എന്ത് ചെയ്യുന്നത് വികസനം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തുള്ള കല്ല് മുഴുവൻ പൊട്ടിച്ചെടുത്ത് അവിടെ വരൾച്ചയിലേക്കാക്കി ഇപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയതിൻ്റെ പേര് വികസനം എന്നല്ല. ഒരു സ്ഥലത്തുള്ള വയൽ മുഴുവൻ നികത്തി അവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാക്കുന്നതിൻ്റെ പേരും എന്തല്ല, വികസനം എന്നല്ല. കുടിവെള്ളമുണ്ടെങ്കിലും വായു ഉണ്ടെങ്കിലും താമസമുണ്ടെങ്കിലും മാത്രമേ വികസനം ആവുന്നുള്ളൂ. അപ്പോൾ ആ കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസിൻ്റെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞതിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യം കൂടിയാണിത്, ഈ വികസനവും ജനകീയ സമരങ്ങളും. നമ്മളൊക്കെ നിലവിലുള്ള ജനകീയ സമരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കും, പദവികൾക്കപ്പുറത്ത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ ചെങ്കോട്ട് വലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം P രാജീവിൻ്റെ പ്രസ്താവന ഉണ്ട്, 1000 കോടി രൂപയുടെ പ്രോജക്റ്റ് എവിടെ വരുന്നു, ഈ കോട്ടൂരിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിനെയൊന്നും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ മറുപടി പോലും തിരിച്ചു വന്നിട്ടില്ല. എങ്ങനെയാണ് താങ്കളുടെ പ്രവർത്തനം? ഒന്ന്, കോൺഗ്രസ് നേതൃത്വത്തിന് എല്ലാവരും തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്, ഞാൻ വഴിതെറ്റി കോൺഗ്രസിൽ വന്ന ആളല്ല, രാഷ്ട്രീയ ഭാഗ്യാന്വേഷണത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിൽ വന്ന ആളുമല്ല. എൻ്റെ കോൺഗ്രസ് പ്രവേശം ഫിലോസഫിക്കലാണ്, തത്വശാസ്ത്രപരമാണ്. അതിൽ മതേതരത്വമുണ്ട്, അതിൽ ജനാധിപത്യമുണ്ട്, അതിൽ കോൺഗ്രസിൻ്റെ എല്ലാ അന്തസത്തയുമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അക്കരെ പച്ച കൊണ്ട് അങ്ങോട്ട് ചാടലും ഇങ്ങോട്ട് ചാടലുമല്ല. എനിക്ക് കോൺഗ്രസ് എന്നുള്ള ആശയമാണ് എൻ്റെ മനസ്സിനകത്തുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായും മരണം വരെ കോൺഗ്രസ് എന്ന ആശയത്തിനൊപ്പം തന്നെ നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു എക്സ്റ്റെൻറ്റിൽ രാഷ്ട്രീയം നിർത്തേണ്ടി വന്നാൽ പോലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെപ്പറ്റി ഞാൻ ചിന്തിക്കുന്ന പ്രശ്നമില്ല. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഞാൻ ഇടതുപക്ഷമാണ്, പക്ഷേ എന്തല്ല, CPM അല്ല. ഞാൻ മധ്യ ഇടതുപക്ഷം എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ലൈൻ ഉൾക്കൊള്ളുന്ന കോൺഗ്രസ്സുകാരാണ്. ആ ലൈനിൽ മരണം വരെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. തിരുത്താനും തിരുത്തപ്പെടലും ഒക്കെ പാർട്ടിക്കകത്ത് ഗാന്ധിയുടെ കാലഘട്ടം മുതൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാലഘട്ടം മുതൽ ഈ പാർട്ടിക്കകത്ത് തിരുത്തലുകളുണ്ട്, ചോദ്യം ചെയ്യുന്നവരുണ്ട്, ചോദ്യം ചെയ്യപ്പെടുന്നവരുണ്ട്. അതൊക്കെ ഈ പാർട്ടിയുടെ ഇൻറ്റേർണൽ ഡെമോക്രസിയുടെ ഭാഗമാണ്. അവിടെ ചൊടിച്ച് മാറി നിന്ന് നാളെ ഞാൻ അതിലേക്ക് പോയി എന്ന് പറയും. ഞാൻ പോലും അറിയാതെ പുറത്തു വന്ന കാര്യങ്ങളിൽ പിറ്റേ ദിവസം മുതൽ CPMൻ്റെ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നു, നിജേഷ് CPMലേക്ക് എന്ന് പറയുന്നത്. CPMൻ്റെ പല നേതൃത്വവും ഫോൺ ചെയ്യാൻ വേണ്ടി, ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ കാര്യങ്ങളിൽ വീണുപോകുന്ന ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും പദവിക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടിയെ കാണുന്ന ആളോ അല്ല. ഇനി ജീവിതാന്ത്യം വരെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും ഒരു പാർട്ടി പദവി കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ സ്പേസ് കണ്ടെത്താനുള്ള ശേഷി വ്യക്തിപരമായി എനിക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ കോൺഗ്രസിനൊപ്പം സഞ്ചരിക്കും. തീർച്ചയായിട്ടും താങ്കളുടെ സ്വപ്നത്തിലുള്ള കോൺഗ്രസ് ആയിട്ട് താങ്കളുടെ പാർട്ടി മാറട്ടെ, താങ്കളുടെ പാർട്ടി താല്പര്യങ്ങൾ വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. സന്തോഷം ഇൻസൈറ്റിനോട് ഇത്രയും നേരം പങ്കുവച്ചത്. താങ്ക് യു.